എന്റെ കണ്ണുകൾ മായാമോഹിതങ്ങളാകൊണ്ട് എന്റെ എല്ലാ പഠനങ്ങളിലും എന്റെ എല്ലാ അറിവിലും അറിയപ്പെടുന്ന വസ്തു ഒതുങ്ങുന്നു. അറിയുന്നവൻ തിരസ്കൃതമാകുന്നു. അറിവും തിരസ്കൃതമാകുന്നു. ഉദാഹരണം കൊണ്ട് പറഞ്ഞാൽ, ഞാനാണ് മാങ്ങയെ അറിയുന്നത്. മാങ്ങയെ അറിയുന്ന എന്റെ കാലം മാങ്ങയെ അറിയുന്ന സമയത്ത് എന്നിൽ നിലനിൽക്കുന്ന ലോകം, മാങ്ങയെ അറിയുമ്പോഴുള്ള എന്റെ ആവശ്യം, ഇവയൊക്കെ എന്റെ മാങ്ങ എന്ന അറിവിൽ കലർന്നുകൂടും. അതുകൊണ്ട് മാങ്ങയെക്കുറിച്ചുള്ള അറിവിൽ മാങ്ങ എന്ന എനിക്ക് വെളിയിലുള്ള വസ്തുവിനേക്കാൾ ഞാൻ നിഹിതമായി കയറും. എന്നെ മാറ്റിവെച്ചിട്ട് മാങ്ങയെക്കുറിച്ച് പഠനമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന എല്ലാ പഠനങ്ങളും ഒരുമിക്കേണ്ടത് നിങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ പഠനങ്ങളും അപൂർണങ്ങളാണ്. ഞാൻ എന്റെ മകളെ അറിയുന്നു. എങ്ങനെ അറിയുന്നു? എന്റെ മകളെന്ന ആ ജീവിയെ അതിന്റെ മനസ്സും ഇന്ദ്രിയവും ബുദ്ധിയും മാറ്റിവെച്ചിട്ട്, അതിന്റെ ശരീരത്തെ മാറ്റിവെച്ചിട്ട്, അതിന്റെ ശരീരത്തിന്റെ തൂക്കവും മറ്റുള്ളതുമൊക്കെ നോക്കിയിട്ട്, ആ ശരീരത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളെ മുഴുവൻ നോക്കിയിട്ട് ഞാൻ അറിയുന്നുവെന്നാണോ? ഞാനെന്ന ബോധം എന്റെ മകളെ ആഗീരണം ചെയ്തിട്ട് എന്നിലുള്ള ഉത്കണ്ഠകളും എന്നിലുള്ള സങ്കല്പനങ്ങളും എന്നിലുള്ള വേവലാതികളും എന്നിലുള്ള നന്മകളും എന്നിലുള്ള തിന്മകളും എല്ലാം ചേർത്തുവെച്ച് അവയെല്ലാം എന്റെ മകളെന്ന രൂപത്തിൽ പങ്കുവെച്ച് ഞാൻ അറിയുന്നുവെന്നാണോ? ആണെങ്കിൽ എന്റെ മകളെ അറിയുന്നതിനേക്കാൾ ഞാൻ എന്നെ അറിഞ്ഞാലല്ലേ മകളെ അറിയൂ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ആകെപ്പാടെ കുഴപ്പമാണ്. ഇരിപ്പ് കണ്ടിട്ട് ആകെ കുഴപ്പമാണ്. ഞാൻ ഈ മേശയെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് ദൃശ്യമായ ഈ മേശ എന്നിലുണ്ടാക്കിയ ഇതംവൃത്തി എന്റെ അഹംവൃത്തി വരെയായി പരിണമിക്കുന്ന കാലഘട്ടങ്ങളിലെ പരിണാമ ശൃംഖലയിലെ മുഴുവൻ ബോധസത്തയും ഈ വസ്തുവിൽ ഞാൻ ആരോപിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ മേശയിലൂടെ അറിയാൻ ശ്രമിക്കുന്നതും അറിയുന്നതുമെല്ലാം എന്റെ തന്നെ പരിമിത വ്യക്തിത്വത്തിന്റെ ഭിന്ന ഭിന്ന ഭാവങ്ങളാണെങ്കിൽ, മേശയെ അറിഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ മേശയിലൂടെ ഞാൻ എന്റെ കുറെ രൂപങ്ങളെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നതല്ലേ ശരി? അഥവാ ഞാനറിയുന്ന എല്ലാ വസ്തുവിലും എന്റെ വ്യക്തിത്വം ചേർത്ത് വെച്ചറിയുമ്പോൾ അതിന്റെ പോരായ്മകളായി ഞാൻ കാണുന്നത് അത്രയും, എന്റെ പോരായ്മകളും ഞാൻ അറിയാത്തത് അത്രയും അതും എന്നല്ലേ? കുഴഞ്ഞ ചോദ്യമാണെന്ന് തോന്നുന്നു. ഒരു കുഴഞ്ഞ ചോദ്യമാണെന്ന് തോന്നുന്നു. ആണെന്നോ അല്ലെന്നോ പറയാൻ മേലാത്ത പോലെ. കാരണം അതാണ് സ്വാമി പറഞ്ഞ പോലെ. ആണെന്ന് പറഞ്ഞാൽ ഇതുവരെ പഠിച്ചത് മുഴുവൻ പോയി കിട്ടി. ശരിയല്ല എന്ന് പറഞ്ഞാൽ അതങ്ങ് സമ്മതിക്കാനും പറ്റും. ശരിയല്ല, ഞങ്ങൾ പഠിച്ചാൽ ശരിയെന്ന് പറയാൻ മേല. കാരണം ഇതാണെന്ന് കേൾക്കുമ്പോൾ തോന്നുന്നു. കേട്ടിട്ട് അങ്ങനെ സ്വീകരിച്ചാലോ ഇത്രയും കാലത്തെ ജീവിതം തന്നെ പോയി കിട്ടി. ശരിയല്ല. മുന്നോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ശരിയോ തെറ്റോ തീരുമാനിക്കണം. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഈ പഠനം എല്ലാം ചോദ്യങ്ങളുണ്ടെ ചോദിക്കുകയും ചെയ്യാം. ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാവുന്ന സ്പേസുള്ള കാര്യമാണ്. ഈ മൈക്ക് ഞാൻ പഠനവിധേയമാക്കുന്നു. ഈ മൈക്ക് എന്ന ദൃശ്യവസ്തുവിനെ വെച്ച് അപഗ്രഥിച്ച് പഠിക്കുമ്പോഴെല്ലാം അപഗ്രഥനത്തിന് ഞാനെടുക്കുന്ന സങ്കല്പനങ്ങളും ഞാനെടുക്കുന്ന രീതിവിധാനങ്ങളും ഞാൻ എത്തിച്ചേരുന്ന നിഗമനങ്ങളും അയാൾ എത്തിച്ചേരുന്ന നിഗമനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമോ സമമായിരിക്കുമോ? വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാനും അയാളും പഠിച്ചത് ഈ മൈക്കിനെ എന്ന് പറയുന്നതിനേക്കാൾ ഈ മൈക്ക് എന്ന ഉപാധിയിൽ എന്നെ ചേർത്ത് വെച്ച് ഞാനും അയാളെ ചേർത്ത് വെച്ച് അയാളും പഠിച്ചു എന്ന് പറയുന്നതല്ലേ കൂടുതൽ ഉചിതം? പിന്നെ പഠിക്കാത്ത വല്ലവരും കാണാതെ പഠിച്ചാൽ അവർ മാത്രം ഒന്നും പഠിക്കുന്നില്ല, പരീക്ഷ എഴുതുന്നു എന്ന് പറയുന്നതല്ലേ മറ്റേ വസ്തുത?
ഒരു ത്രികോണത്തിന്റെ ആന്തരകോണുകളുടെ 150 ഡിഗ്രിയാണ്. അദ്ദേഹം പഠിച്ചു, അവൻ ത്രികോണം വരച്ചു, സങ്കല്പന ഉണ്ടാക്കി. 150 ഡിഗ്രിയാണ്. BC വശം ഡിയിലേക്ക് നീട്ടി, എന്നിട്ട് AB-ക്ക് സമാന്തരമായി ഒരു CP എന്ന ഒരു രേഖയും വരച്ചു. എന്നിട്ട് അതിനെ നിഗമനിക യുക്തിയിലൂടെ അത് 150 ഡിഗ്രിയാണെന്ന് തെളിയിച്ചു. നമ്മളൊക്കെ കാണാൻ പഠിച്ചു. കാരണം നമുക്കതേക്കുറിച്ച് വലിയ സങ്കല്പമൊന്നുമില്ല. 150 ആയാലും 150 കുറഞ്ഞാലും കൂടിയാലും നമുക്ക് ഒരു നഷ്ടമില്ല. നമുക്കിത്രയുള്ള പരീക്ഷ എഴുതാൻ മാർക്ക് കിട്ടണം 150 ഡിഗ്രി. അതുകൊണ്ട് നമ്മൾ തൊട്ടതിനെല്ലാം 150 ഡിഗ്രി എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ പോലെ തന്നെ ABC വരച്ചു, PQR വരച്ചു, EFD വരച്ചു, എല്ലാം 150. നമ്മൾ തെളിയിച്ചും കൊടുത്തു. നമുക്ക് സംശയമൊന്നുമില്ല, അതെ പിടിച്ചോളാൻ പറഞ്ഞു. പക്ഷെ വേറൊരുത്തം വന്നപ്പോൾ പറഞ്ഞു, കാരണം ഞാനിതൊന്ന് പഠിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാവുന്നത്. അവൻ ത്രികോണം കൊണ്ട് ചീനച്ചട്ടിയുടെ പുറത്ത് വരച്ചു. മറ്റേ വരച്ച പോലെ ഭിത്തിയെ വരച്ചില്ല, അവൻ ചീനച്ചട്ടിക്ക് പുറത്ത് വരച്ചു. അയച്ചിട്ട് പറഞ്ഞു ഇവൻ കള്ളനാണ്, 150 അല്ല, 150 കൂടുതലാണ്. വഴക്കായി. നീ അങ്ങനെയൊന്നും പറയണ്ട, എന്റെ ത്രികോണത്തിന്റെ വരച്ചിരിക്കുന്നത് 150 കൂടുതലാണ്. അപ്പൊ കുറെ ആളുകൾ അയാളുടെ കൂടെ കൂടി 150 കൂടുതലാണ്. റീമാനിയൻ ജോമെട്രി 150 കൂടുതൽ പിടിച്ചോ. കുറെ പേര് അത് കാണാൻ പഠിച്ചു. പിന്നെ വന്നപ്പോ ഇത് സിലബസിൽ പഠിച്ചപ്പോ അതും കാണാൻ പഠിച്ചു, ഇതും കാണാൻ പഠിച്ചു. 150 കൂടുതലാണ്, 150 അങ്ങനെ അങ്ങ് കൂടുതലാണ് 150 ആണെന്ന് പറയണ്ട, കുറവാണ്. ചീനച്ചട്ടിക്ക് അകത്തോട്ട് വരയ്ക്കാം, മറിച്ചു വെച്ച് വരച്ച് കളയാം. റഷ്യക്കാരനായ ഒരു ലൊബറ്റ്ചെവ്സ്കി, അയാളുടെ പേര് തന്നെ ഇസ്കി എന്നാണ്. അപ്പൊ അത് കാരണമായിരിക്കും അയാൾ അകത്തോട്ട് വരച്ചു. അപ്പൊ അതുകൊണ്ടൊരു ഭംഗിയായിട്ട് അയാൾ 150 കുറവാണ് ഈ സാധനം. വളരെ രസമാണ് ഈ പണി. ഇവിടെ വരച്ച ത്രികോണങ്ങളൊക്കെ ആ സങ്കല്പനങ്ങൾ മാറിയപ്പോൾ ഉത്തരം മാറി. എല്ലാവരും പഠിച്ചത് ഒന്നാണെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ഏത് വസ്തുവിനെ നാം പഠിക്കുമ്പോഴും നമ്മുടെ രൂപവും ഭാവവും അതിൽ കലരില്ലേ? നമ്മുടെ ശാന്തത അതിലുണ്ടാവില്ലേ? നമ്മളുടെ വേവലാതികൾ അതിലുണ്ടാവില്ലേ? നമ്മുടെ വെറുപ്പ് അതിലുണ്ടാവില്ലേ? നമ്മളുടെ നന്മകൾ അതിലുണ്ടാവില്ലേ? നമ്മളുടെ തിന്മകൾ അതിലുണ്ടാവില്ലേ? ചുരുക്കത്തിൽ നാം കാണുന്ന ഈ ദൃശ്യ പ്രപഞ്ചത്തിലെ സകല വസ്തുവും നമ്മുടെ പ്രതിരൂപമായി മാത്രമല്ലാതെ നമുക്ക് എന്തെങ്കിലും പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുമോ? ചോദ്യം നന്നായി കത്തിയെങ്കിൽ നമുക്ക് ക്ലാസ് എളുപ്പമാണ്. നന്നായി കത്തിയെങ്കിൽ മുന്നോട്ടുള്ള ക്ലാസ് നമുക്ക് എളുപ്പമാണ്. അപ്പൊ ഏത് പഠനത്തിനും പഠനത്തിന്റെ പൂർണ്ണതയ്ക്ക് ഈ മൂന്നും ചേർക്കണം. പഠിക്കുന്ന വസ്തു, പഠിക്കുന്നവൻ, പഠനം. ഏതൊരുവൻ ഈ ഉൾക്കാഴ്ചയുണ്ടോ അവൻ ശാന്തനാണ്. ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അതിൽ ആദ്യം കയറി കൂടുന്നു, എന്നിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. എന്റെ ഒരു ബോധ സീമ അതിന്റെ ചിച്ഛക്തി വിലാസത്തിൽ നിന്ന് സ്പന്ദനം ചെയ്ത് ഞാൻ പഠിക്കാനിരിക്കുന്ന ഭാര്യയിലേക്ക്, ഞാൻ പഠിക്കാനിരിക്കുന്ന ഭർത്താവിലേക്ക്, ഞാൻ പഠിക്കാനിരിക്കുന്ന മകളിലേക്ക്, ഞാൻ പഠിക്കാനിരിക്കുന്ന അച്ഛനിലേക്ക്, ഞാൻ പഠിക്കാനിരിക്കുന്ന അമ്മയിലേക്ക്, ഞാൻ പഠിക്കാനിരിക്കുന്ന സന്യാസിയിലേക്ക്, ഞാൻ പഠിക്കാനിരിക്കുന്ന വസ്തുജാലങ്ങളിലേക്കെല്ലാം കടന്നു ചെന്ന് അതിനകത്ത് പരതി എന്റെ രൂപം അതിനകത്തുണ്ടാക്കി എന്റെ ഇച്ഛയനുസരിച്ചുള്ളതായ ഡേറ്റയും കൊണ്ട് തിരിച്ചു വന്ന് എന്നിലെത്തുമ്പോൾ എന്റെ തന്നെ രൂപം അതിൽ കണ്ടെത്തിയതിലുണ്ടാകുന്ന സന്തോഷമോ എന്റെ രൂപം കാണാത്തതിലുള്ള ദുഃഖമോ ചേർത്ത് വെച്ചിട്ട് ആ വസ്തുവിനെ ഞാൻ അപഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. അവിടെ ആ വസ്തുവിനേക്കാൾ ആ വസ്തുവിനകത്തും പുറത്തുമായി നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ ഞാനാണെന്ന്. ജ്ഞാതാവില്ലാതെ ജ്ഞേയവസ്തുക്കളൊന്നുമില്ലെന്ന്. ഫുൾമനിയ ജയമോ വിവറസ്റ്റ് സെറീൻ ലൈൻസ് റിട്ടണിനെ കൺട്രി ചർച്ചയാടെന്നാണെന്ന് തോന്നുന്നു. കവിത കേട്ടിട്ടുണ്ടാവും. അതിൽ കവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരും കാണാനില്ലാത്തൊരു മരുഭൂമിയിൽ മനോഹരമായൊരു പുഷ്പം വിടർന്നു നിന്നാൽ അതിനെന്തു ഭംഗി. കാരണം കാഴ്ചക്കാരനുണ്ടെങ്കിൽ മാത്രമേ ഭംഗിയുള്ളൂ. അപ്പൊ കാഴ്ച വസ്തു മനോഹരമാകുന്നത് കാഴ്ചക്കാരനിലൂടെയാണ്. അല്ല അപ്പൊ എങ്ങനെ കാണണം എന്നുള്ളത് അറിഞ്ഞാൽ ഈ ജീവിതം സുഖമാകാം. കാണുന്നത് കൊണ്ടല്ല കുഴപ്പം. ഇതിലെ മെക്കാനിസത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ മതി. എങ്ങനെ ഈ പ്രപഞ്ചം കാണണം? ഈ പ്രപഞ്ചം കാണാൻ കണ്ണിന് ചെറിയ ദിവ്യദൃഷ്ടി കൊടുത്താൽ മതി. പിന്നെ ഈ ജീവിതം സുഖമായി. ഇപ്പൊ നമ്മുടെ കണ്ണിൽ വെച്ചിരിക്കുന്ന മെഴിയൊന്ന് മാറ്റി വെക്കണം. ചെറിയ ഓപ്പറേഷൻ, മൈനർ ഓപ്പറേഷൻ.
വേറൊരു തരത്തിൽ പറഞ്ഞാൽ നല്ലൊരു സുറുമ കൊണ്ട് വരയ്ക്കണം. സുറുമ എന്നല്ലേ എന്നുള്ളത് അല്ലേ? സുറുമ എന്ന് പറയുന്നത് ഈ വരയ്ക്കുന്ന സാധനമല്ലേ? കൺമഷി. അതുകൊണ്ടൊന്ന് എഴുതണം. ചരാചര പ്രേമാഞ്ജനം എന്ന് പറയുന്ന കൺമഷി കൊണ്ട് എഴുതണം. വളരെ എളുപ്പമാണ് ഇത്. പക്ഷെ കുട്ടിക്കാലത്ത് എഴുതി വിടണം മറ്റവള്. ആരാ? ജഗദീശ്വരി. ഈ പണ്ട് ഈ നാടൻ വീടുകളിലൊക്കെ പശുക്കളെ വളർത്തുന്നവർ പറയും, കേട്ടിട്ടില്ല? നാട്ടിൻപുറത്തുകാർ പശുവിനെ വളർത്തുമ്പോൾ പശു പ്രസവിച്ചാൽ പിള്ളേരോടും ബാക്കിയുള്ളവരോടും ഒക്കെ പറയും, കഥകളച്ച് മക്കളെയും പോരെ, നിങ്ങളവിടെ നോക്കി നിന്നാല് ദേവി ആ പശുക്കുട്ടിയുടെ കണ്ണെഴുതുകയില്ല. ഈ ദേവി വന്ന് പശുക്കുട്ടിയുടെ കണ്ണെഴുതിയില്ലെങ്കിൽ കണ്ണ് വെളുത്തിരിക്കും. അതിന്റെ ആ മിഴിയുടെ താഴത്തുവശവും മിഴിയും വെളുത്തിരിക്കും. അത് വെളുത്തു പോയാൽ പിന്നെ കാണുന്നവരെയൊക്കെ ഇടിക്കുകയും കുത്തുകയൊക്കെ ചെയ്യും. ദേവി കൺമഷി കൊണ്ട് എഴുതിയാൽ കൊമ്പുണ്ടെങ്കിലും ഈ പശുക്കുട്ടി കുത്തുകയില്ല. ഞാൻ കേട്ടിട്ടുണ്ടോന്നറിയില്ല. ഇറ്റ്സ് എ മിത്തിക്കൽ എക്സ്പ്രഷൻ, അബോധ പ്രബോധനം. അപ്പൊ നമുക്ക് കുസൃതി കൊണ്ട് തോന്നുന്നു, എന്നാൽ ആ ദേവി വരട്ടെ, നമ്മളൊന്ന് കണ്ടുകളയാം. അതിന്റെ മിത്ത് മനസ്സിലാകാത്തതുകൊണ്ടാണ്, ആ മിത്തിക്കൽ എക്സ്പ്രഷൻ കിട്ടാത്തതുകൊണ്ടാണ്. അബോധ പ്രബോധനം എന്ന് അതിന് പറയാം. നമ്മുടെയൊക്കെ ഈ കണ്ണിന് താഴെ എഴുതുന്നൊരു എഴുത്തുണ്ട്. ആ കണ്ണെഴുതി കിട്ടിയാൽ ഈ പ്രപഞ്ചത്തെ കാണുമ്പോഴൊക്കെ പ്രേമം വഴിഞ്ഞൊഴുകും എല്ലാത്തിനെയും. അത് കിട്ടിയാൽ ജ്ഞാതാവ് എന്നും ദ്രഷ്ടാവ് എന്നും കർത്താവ് എന്നും പറയുന്ന വ്യത്യസ്ത ഭാവങ്ങളുള്ള നമുക്ക് മാറ്റം വരും. നമ്മുടെ അഭിമാനങ്ങൾ ഓരോന്നും നോക്കുക. ജ്ഞാതാവ് എന്ന അഭിമാനം, അറിയുന്നവൻ. കർത്താവ് എന്ന അഭിമാനം, ചെയ്യുന്നവൻ. ദ്രഷ്ടാവ്, കാണുന്നവൻ എന്ന അഭിമാനം. കാണുന്നവൻ എന്ന് പറയുമ്പോൾ പ്രഥമമല്ല ന്യായത്തില കേൾക്കുന്നവൻ, തൊടുന്നവൻ എന്നെല്ലാം ഇന്ദ്രിയങ്ങളുടെ എല്ലാ പരികൃതിയും വെച്ചോ. അറിയുന്നവൻ, മനോബുദ്ധി അഹങ്കാരങ്ങളുടെ തലത്തില്, മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ തലത്തില് അന്ധക്കരണാധിഷ്ഠിതനായ ജീവന്റെ അനുഭവ വിശേഷമാണ് ജ്ഞാതൃത്വം. ഞാൻ അറിയുന്നു, ബുദ്ധി കൊണ്ടാണ്. മനോബുദ്ധികൾ ചേർന്ന് വരുന്ന ജ്ഞാതൃത്വം. ഞാൻ ജ്ഞാതാവാണ്, ഞാൻ അറിയുന്നവനാണ്. അറിയാനുള്ള എന്റെ ഉപകരണമാണ് ബുദ്ധി. അതിനെ ബോധസീമയിലേക്ക് കൊണ്ടുവരുവാൻ വിഷയങ്ങളെ ആനയിച്ചുകൊണ്ടിരുന്നവനാണ് സങ്കല്പ വികല്പങ്ങളുടെ മനസ്സ്. അതിൽ സ്മരണയെ കൊണ്ടുവന്ന് കയറ്റി ആ ബോധത്തിന് വിശാലതയുണ്ടാക്കുന്നവനാണ് എന്റെ ചിത്തം. അതിൽ അഭിമാനമുണ്ടാക്കുന്നതാണ് എന്റെ അഹങ്കാരം. അവ മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും ചേർന്നുണ്ടാക്കുന്ന എന്റെ അറിവിന്റെ അഭിമാനം. ഒരു വസ്തു കണ്ടാലുടനെ എന്റെ ബുദ്ധി പറയും അതിന്നതാണ്. ചിത്തം പറയും ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇരിക്കുന്നു. മനസ്സ് പറയും അത് ഇന്ന ഇന്ന രൂപത്തിലാണ് ഇരിക്കുന്നത്. മനസ്സത് തരും, അതിന്റെ രൂപം തന്നെ തരും. അപ്പൊ വിഷയാകാരമായും സ്മരണാരൂപമായും വ്യവച്ഛേദരൂപമായും പ്രവർത്തിക്കുന്ന മനസ്സും ബുദ്ധിയും ചിത്തവും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ എന്റെ അഹങ്കാരം കയറി വന്ന് ഞാൻ അറിയുമെന്ന് പറയും. അങ്ങനെ ഒരു അറിയുന്നവൻ എന്നിലുണ്ട്. വീണ്ടും ഞാൻ കാണുന്നവനാണ്. കാണണമെങ്കിൽ വസ്തു വേണം, കണ്ണു വേണം, കണ്ണിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ബോധം വേണം, ഒക്കെ വേണം. പിന്നെയും ഒരുപാട് വേണം. കാണിക്കാൻ പ്രകാശം വേണം. ബാഹ്യവും ആഭ്യന്തരവുമായ പ്രകാശം വേണം. ഇതെല്ലാം ചേർന്ന് വരുന്ന കാഴ്ച, ഇതെല്ലാം ചേർന്ന് വരുന്ന കേൾവി, ഇതെല്ലാം ചേർന്ന് വരുന്ന സ്പർശനം. ഇങ്ങനെ കാണുക, കേൾക്കുക, തൊട്ടറിയുക, ഇന്ദ്രിയങ്ങളുടെ പരിതൃപ്തിയുള്ള ഒരു ലോകമുണ്ട്. അതിലും എനിക്ക് അഭിമാനമുണ്ട്. മറ്റവൻ ചോദിക്കും നീ എന്ത് കണ്ടു എന്നാ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും പോകുന്നു എന്ന് ഞാൻ പറഞ്ഞത്.
പോയെന്ന് പറഞ്ഞാല് അതിനൊക്കെ അർത്ഥം ഇതാ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ടതാ, ബാക്കി ചിത്തത്തിലാ. പണ്ട് ഞാൻ പോയപ്പോ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് നീ പോയപ്പോഴും അങ്ങനെയാണ്. ആ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ ദേഷ്യായി. മനസ്സിലായില്ല? എന്റെ പൂർവാനുഭവത്തിന്റെ സ്മരണയിൽ നിന്ന് ചിത്തം ഉറപ്പിച്ചു പോയതാണ്. ഞാൻ കണ്ടതാ നീ വെള്ളം അടിച്ചു വഴി കിടക്കുന്നത്. വേറൊരുത്തം വന്നിട്ട് പറഞ്ഞു ഞാനും കണ്ടതാ കിടക്കുന്നത്, ഭക്ഷണം കിട്ടാതെ പട്ടിണിയായി വഴി കിടക്കുന്നു. വേറൊരുത്തം വന്നിട്ട് പറഞ്ഞു ഞാൻ കണ്ടതാ അപസ്മാരം വന്ന് വഴി കിടക്കുന്നു. അവസാനം കണ്ടവൻ അവൻ മുമ്പ് അവനോ മറ്റുള്ളവർക്കോ കണ്ട് രോഗം കൊണ്ടാണ് കിടക്കുന്നതെന്ന്, രണ്ടാമത് കണ്ടവൻ അവനോ മുമ്പുള്ളവർക്കോ പറ്റി പട്ടിണി കൊണ്ടാണ് കിടക്കുന്നതെന്ന്, ആദ്യം കണ്ടവൻ അവനോ മറ്റുള്ളവർക്കോ ഉള്ള അനുഭവത്തെ തന്റെ സ്മരണയിൽ നിന്നുകൊണ്ടെന്ന്, എന്നാലും വെള്ളമടിച്ചതാണ് എന്ന സങ്കല്പം. അവരുടെ കാണുന്ന വസ്തു മാത്രമായൊരു കാഴ്ചയില്ല, കാഴ്ചക്കാരൻ കയറിക്കൂടി കാഴ്ച മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കാഴ്ചയിലും കാഴ്ചക്കാരന്റെ പരിമിതി ഉണ്ടെന്ന് അറിയുമ്പോഴാണ് കാഴ്ചക്കാരൻ വിനയാന്വിതനാകുന്നത്. ഇല്ലെങ്കിൽ കാണുന്നവനിലുള്ള ഒരു അഹങ്കാരം ഉയർന്നു വരികയും ഞാൻ കണ്ടു എന്നതിൽ അഭിമാനിക്കുകയും സത്യാത്മാവിനെ വിട്ടിട്ട് തന്റെ ഇന്ദ്രിയത്തിന്റെ പരികൃതിയുള്ള കാഴ്ചകൾക്ക് പ്രമാണങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ ഞാൻ കണ്ടതൊക്കെ സത്യമാണെന്ന മിഥ്യാധാരണയുണ്ടാവും ഈ ദൃഷ്ടാവും. അവിടെയും അഹങ്കാരമുണ്ട്. എന്റെ കർമ്മേന്ദ്രിയങ്ങൾ വ്യാപരിക്കുമ്പോൾ ഞാൻ കർത്താവാണ്, ഞാൻ അടിച്ചവൻ, ഞാൻ ഇടിച്ചവൻ, ഞാൻ കൊന്നവൻ, ഞാൻ കൊടുത്തവൻ, ഞാൻ ദാനം ചെയ്തവൻ, ഞാൻ തലോടിയവൻ, ഇങ്ങനെ ഒരുപാട് ഞാനുണ്ട്. അതെന്റെ കർത്തൃത്വാഭിമാനത്തിന്റെയാണ്. എന്റെ കർമ്മേന്ദ്രിയങ്ങൾ ഏതെല്ലാം മുഖങ്ങളിൽ വ്യാപരിച്ചുവോ അവിടെയെല്ലാം എനിക്ക് കർത്തൃത്വാഭിമാനമുണ്ട്. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ടെന്നാണ് പണ്ട്. അതിന്റെ സ്മരണയിൽ നിലനിൽക്കുകയാണ് ആ കർത്തൃത്വാഭിമാനങ്ങളുടെ കർത്താവ്. അപ്പൊ മൂന്നെണ്ണായി: ജ്ഞാതാവ്, ദ്രഷ്ടാവ്, കർത്താവ്. ജ്ഞാതാവിനുള്ള അറിവ്, അറിയൽ, ജ്ഞാനം. ദ്രഷ്ടാവിനുള്ള ദർശനം, ശ്രോതാവിനുള്ള ശ്രവണം, ഘ്രാതാവിനുള്ള മണം. അല്ലേ? ഇങ്ങനെ ഓരോന്നുമുണ്ട്. അതിന് പാരസ്പര്യം പുലർത്തി. അതുപോലെ കർത്താവിനുള്ള ഹേതു, അതിന്റെ ഉപകരണം. അപ്പൊ ഇങ്ങനെ കർത്താവായും ദ്രഷ്ടാവായും ജ്ഞാതാവായും എന്റെ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളിൽ വിചരിക്കുമ്പോഴുള്ള അവസ്ഥകൾ, സൂക്ഷ്മ സ്ഥൂലാദി ശരീരങ്ങളിൽ ഞാൻ വ്യാപരിക്കുമ്പോഴുള്ള ഈ ദർശന വിശേഷങ്ങളെ മുഴുവൻ വെച്ചുകൊണ്ട് കർത്താവായും ദ്രഷ്ടാവായും ജ്ഞാതാവായും ഞാൻ സ്ഫുരിക്കുമ്പോൾ അതിന്റെ തലത്തിൽ എന്റെ അറിവായും എന്റെ ഹേതുവായും എന്റെ ദർശനമായും ഉള്ള നില. വീണ്ടും അതേ ഇതുതന്നെ ജ്ഞാതാവും ജ്ഞാനവും ജ്ഞേയം, അറിയപ്പെടുന്ന വസ്തു. അറിയുന്ന എനിക്ക് അറിവാകാനൊരു വസ്തു വേണം. ഞാൻ എന്തിനെ അറിഞ്ഞു എന്ന ചോദ്യത്തിനൊരു ഉത്തരം വേണം. നീ എന്തറിഞ്ഞു എന്നാ പറയുന്നത്? ഞാൻ ഇന്നതറിഞ്ഞു. ആ അറിയപ്പെടുന്നത് എന്തോ അത്. നീ കണ്ടു, എന്ത് കണ്ടു? രാമനെ കണ്ടു. ആ രാമൻ എന്നത്. അപ്പൊ കാണുക എന്ന പ്രക്രിയ കാഴ്ചയ്ക്ക് നിദാനമായ വസ്തു. ഞാൻ ചെയ്തു, ആ ചെയ്യുക എന്ന ക്രിയയ്ക്കപ്പുറം എന്ത് ചെയ്തു? ആ ചെയ്ത കർമ്മം. ഇത് മൂന്നും. അതുകൊണ്ടാണ് ജ്ഞാതാവും ജ്ഞാനവും അപ്രകാരം ജ്ഞേയവും, ദ്രഷ്ടാവും ദർശനവും ദൃശ്യഭൂവും. അവൻ കാണല്, അതിന് സമാനമായ കണ്ണ്, കാണുന്ന വസ്തു. കേൾക്കല്, അതിന് സമാനമായ ചെവി, കേൾക്കുന്ന വസ്തു. അപ്പൊ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടാവും.
അതുപോലെ കർത്താവ്, പ്രവൃത്തി ചെയ്യുന്നവൻ, പ്രവൃത്തിയുടെ കാരണം, ഉപകരണം, അതിന്റെ പ്രകൃഷ്ട കാരണം, അപ്രകൃഷ്ട കാരണങ്ങൾ. കുലാലൻ കുട ഉണ്ടാക്കുന്നു, അതിന്റെ പ്രകൃഷ്ട കാരണം മണ്ണ്. മണ്ണുകൊണ്ട് തന്നെ കുട ഉണ്ടാവില്ല. കുലാല ചക്രം വേണം. ചക്രത്തിൽ മണ്ണ് കുഴച്ചു വെച്ചാൽ കലവാവില്ല. അതിന് പ്രവൃത്തി എടുക്കണം. ചക്രം കറക്കണം. കറക്കിയാൽ മാത്രം പോലെ കൈകൊണ്ട് കലത്തിന് ആകൃതി ഉണ്ടാക്കണം. കൈകൊണ്ട് ആകൃതി ഉണ്ടാക്കണം. ആകൃതി ഉണ്ടാക്കണം, ചക്രം കറക്കണം. രണ്ടും കൊണ്ട് പോരാ. മണ്ണെടുത്ത് വെച്ചാൽ ഈ ആകൃതി വരില്ല. അത് വെള്ളം കൊണ്ട് കുഴയ്ക്കണം. അപ്പം വെള്ളം വേണം. അപ്പം മണ്ണെടുത്ത് വെള്ളം കൊണ്ട് കുഴച്ച് കുലാല ചക്രത്തിൽ വെച്ച് കൈകൊണ്ട് കറക്കി, അല്ലെങ്കിൽ വേറെ യന്ത്രം കൊണ്ട് കറക്കി, ആ കറക്കിനിടയ്ക്ക് അതിന് ആകൃതി വിശേഷം നൽകി അതെടുത്ത് അതിന് അടിഭാഗം ഉണ്ടാവില്ല. കുലാല ദണ്ട് വേണം. ആദ്യം വരുന്ന കലം, കുലാല ചക്രത്തിൽ നിന്ന് എടുക്കുന്ന കലത്തിന് അടി കൂട്ടി ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. പോയിട്ടില്ല ഇതുവരെയൊന്നും. കുലാലന്മാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാവില്ല. കുമ്പാരന്റെ വീട്ടിൽ പോകണം. അപ്പൊ കാണാം അവൻ അവസാനം ഈ കലമെടുത്ത് ദണ്ടുകൊണ്ട് തല്ലിയാണ് അടിഭാഗം യോജിപ്പിക്കുന്നത്. അതാണ് അടിയിൽ കനക്കുറവും സൈഡിൽ കനക്കൂടലും. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ വെള്ളം സ്ഥിരമായി എടുത്തിട്ട് വെക്കുമ്പോൾ കുതിർന്ന കലത്തിന്റെ കഴുത്ത് നിങ്ങളുടെ കയ്യിലും ചുവട് താഴെയാകും. കാരണം ആകെയുള്ള കനത്തിൽ നിന്ന് ഇവൻ തല്ലിയിട്ടാ ചോടി യോജിപ്പിക്കുന്നത്. അത് നല്ലപോലെ തല്ലി നല്ലപോലെ യോജിപ്പിക്കണം. അതിനൊരു ഋതമിൽ അവന്റെ ഒരു തല്ലുണ്ട്, അല്ലാതെ അത് യോജിക്കില്ല. അത് കഴിഞ്ഞാൽ അതുകൊണ്ടും ആയില്ല. അപ്പൊ കുലാല ചക്രം, കുലാല ദണ്ട്, മണ്ണ്, വെള്ളം, ഇതെല്ലാം കഴിഞ്ഞാൽ ഇനി അത് തീ വേണം. ചുട്ടെടുക്കണം. ചുട്ടെടുത്തില്ലെങ്കിൽ പച്ച മണ്ണാണ്. കുറച്ചുനേരം വെള്ളം ഇരിക്കുമ്പോൾ അത് പഴയ പോലെ ആവും. അത് ചുട്ടെടുക്കണം. ചുട്ട ഈ കലത്തില് തീയിനിയില്ല. തീ ചുടല് കഴിഞ്ഞപ്പോഴേ മുക്തമായി. വെള്ളം തീയിൽ മുക്തമായി. തീയില്ല. കുലാലന്റെ ദണ്ടും ചക്രവും ഇപ്പൊ കലത്തിന്റെ കൂടെ പോന്നിട്ടില്ല. അപ്പൊ കലം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കാരണങ്ങളെല്ലാം കലത്തിൽ സൂക്ഷ്മ രൂപത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കുലാലന്റെ ബോധവും കുലാലന്റെ ദണ്ടും കുലാലന്റെ ചക്രവും ആ മണ്ണും വെള്ളവും അഗ്നിയും എല്ലാം സാധ്യത, സാമർഥ്യം, ആവശ്യം, സാമഗ്രി രൂപത്തിൽ അതിൽ നിഹിതമായിരിപ്പുണ്ട്. ഇല്ലാതെ വസ്തുവില്ല. ഏതൊന്നിനും ആ സാധ്യതയുണ്ട്, സാമർഥ്യമുണ്ട്. കുലാലന്റെ സാമർഥ്യം ആ കലത്തിൽ നോക്കിയാൽ കാണാം. നോക്കിയിട്ട് പറയും, ഏത് കൊശവനാടായി കലം ഉണ്ടാക്കിയത് എന്നല്ലേ ഞങ്ങൾ പറയാ. അല്ലേ? കൊശവൻ തന്നെയാ കലം ഉണ്ടാക്കുന്നത്. എന്നാലും ദേഷ്യം വരുമ്പോൾ ചോദിക്കും, ഏത് കൊശവനാടാ ഇതുണ്ടാക്കിയത്? ഇങ്ങനെയാ കലവിരിക്കുക. നല്ലപോലെ ചുട്ടിട്ടില്ല, നല്ല ആകൃതി അതിനില്ല, ഇടയ്ക്ക് ചോർച്ചയുണ്ട്, കല്ലളയുണ്ട്. ഇതൊക്കെ വരുമ്പോൾ ചോദിക്കും, ഏത് കൊശവനാണ്? ആ കർത്താവ് സാമർഥ്യ രൂപത്തിൽ അതിലുണ്ട്. സാമർഥ്യം കുറഞ്ഞുകൊണ്ടാ പറഞ്ഞത്. അത് സാമഗ്രിയുടെ തകരാറുകൊണ്ട്. എന്തുകൊണ്ടാണ് അവന് കലം ഉണ്ടാക്കിയത്? വാക്കത്തിയും പിച്ചാത്തിയും ഒക്കെ കൊണ്ട് കലം ഉണ്ടാക്കൂടാ. ഉപകരണമൊന്നും ശരിക്കില്ലായിരിക്കും. അപ്പൊ സാമഗ്രി രൂപത്തിൽ ആ കലത്തിനകത്ത് ആ ബോധം നിഹിതമാണ്. സാമഗ്രിയും സാമർഥ്യവും കൊശവന്റെ ബോധത്തിൽ നിഹിതമാണ്. എന്തിനാ ഉണ്ടാക്കിയത്? എനിക്ക് കഞ്ഞിവെക്കാനുള്ള കലമാണ്. ഞാൻ കഞ്ഞിവെക്കാനാ വാങ്ങിച്ചേ. ഓ, നിങ്ങൾ ഓർത്തത് ഞാൻ ഈ അടുത്ത പ്രാവശ്യം കലവും കൊണ്ടുവരുമ്പം ഇവിടെ ഒരു കഞ്ഞിവെക്കാനുള്ള കലമാണ്. ശിവന്റെ വിഗ്രഹത്തിന് മുകളിൽ ധാര കോരാനുള്ള കലമല്ല. കാരണം കല്ലളെ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ദേഷ്യം വന്നിരിക്കുന്നത്. കഞ്ഞിവെക്കാൻ കലം വാങ്ങിച്ചിട്ട് അടുപ്പിലേക്ക് വെക്കുമ്പോൾ അടുപ്പ് നനയുക. പിന്നെ ഞാൻ തന്നെ 2 ബ്രാക്കും ബ്രായി പപ്പടവും തുണിയും ചുട്ട് ഭസ്മമാക്കി പപ്പടവും ചേർത്ത് കുഴച്ച് ഒക്കെ ഒട്ടിച്ചു വെച്ച് നോക്കി. എവിടെ ഒട്ടാൻ? മൺകലത്തിൽ ഒട്ടുകൊടു. അതുകൊണ്ടാണ്ട് അവിടെ കിടപ്പുണ്ട്, എടുത്തോണ്ട് നോക്കൂ. ഇനി ഇവിടെ കലവും വേണ്ട, ഇനി ഇതിനകത്തോട്ട് കയറുകയും വേണ്ട. കാരണം അവന്റെ സാമർഥ്യവും സാമഗ്രിയും എന്റെ ആവശ്യത്തിന് ഉതകുന്നില്ല. അവനെന്റെ ആവശ്യം എന്ന ബോധം അവനിൽ നിഹിതമായിരുന്നില്ല. അപ്പൊ സാമർഥ്യം, സാമഗ്രി, ആവശ്യം, സാധ്യത, ഈ 4 കുലാലനിൽ നിഹിതമായിരിക്കും. ഈ ഉപകരണങ്ങളെയെല്ലാം ചേർത്ത് ഹേതു. അപ്പൊ കർത്താവ് ഹേതു,
ക്രിയാച, ആ പ്രവൃത്തി. കർത്താവും ഹേതുവും പ്രവൃത്തിയും യസ്മാത് ഭവതി, യാതൊന്നിൽ നിന്ന് സംഭവിക്കുന്നു. ഏതൊരു ബോധത്തിൽ നിന്നാണോ ഉൽപ്പന്നമാകുന്നത്. കാരണം ഒരു ദിവസം ഇരുന്ന കുലാലൻ മണ്ണ് കണ്ടപ്പോൾ ഈ മണ്ണിന് അനന്ത സാധ്യതയുണ്ടെന്നും ഈ മണ്ണിൽ നിന്നൊരു കലമോ ഒരു കൂജയോ ഒക്കെ ഉണ്ടാക്കാമെന്നും അത് നിസ്സാരമാണെന്നും അതിന് വേണ്ടിവരുന്ന ഉപകരണം ഇന്നതാണെന്നും ആ ഉപകരണം ഉണ്ടാക്കി മണ്ണെടുത്ത് വെച്ചാൽ അതിന് ഈ രൂപാന്തരം വരുത്താമെന്നും അത് അടിച്ചു ശരിപ്പെടുത്തിയാൽ അഴിഭാഗമാകുമെന്നും അത് ചുട്ടാൽ പിന്നൊരിക്കലും വിട്ടുപോകില്ലെന്നും അതിൽ വെള്ളമൊഴിക്കാവുന്നും തീ കത്തിക്കാവുന്നും അതിൽ അത് ചെയ്യാവുന്നും ഇത് ചെയ്യാവുന്നും ഒക്കെ കണ്ടെത്തുമ്പോൾ ഏതൊരു സത്യബോധമാണോ അതിന്റെ സാധ്യത. കുറച്ചുകൂടെ എളുപ്പം നിങ്ങൾ വീട്ടിൽ പോയി മിറ്റവും ഒക്കെ അടിച്ചു വരുമ്പോൾ രാവിലെ നോക്കിയാൽ എട്ടുകാലി എന്ന് പറഞ്ഞൊരു ജീവിയെ കാണാം. അതിനെ നോക്കിയാൽ കുറെ കൂടെ എളുപ്പത്തിൽ അത് പഠിക്കാം. എട്ടുകാലി കുഞ്ഞ്, മുട്ടയെന്ന് വിരിഞ്ഞ കുഞ്ഞ്, തയ്യൊക്കെ കെട്ടി നഴ്സറിയിൽ പോയി പഠിക്കുന്നൊന്നുമില്ല. കാരണം അതിന് തീറ്റ വേണം. തീറ്റയ്ക്ക് ഇങ്ങനെ പഠിക്കാൻ വല്ലതും പോകേണ്ട കാര്യമാണ്. ഒരു നേരത്തെ ആഹാരം നേടാനോ ഇന്ദ്രിയങ്ങളുടെ സന്തോഷം നേടാനോ ഈ ടൈയൊന്നും കെട്ടണ്ട, ഒന്നും പഠിക്കാൻ പോകുകയും വേണ്ട. മറ്റു വല്ലതും ഉണ്ടെങ്കിലൊക്കെ പഠിക്കാൻ പോയാൽ മതി. അപ്പൊ ഇതൊക്കെ കെട്ടി എട്ടുകാലി നേരെ എട്ടുകാലികൾ നടത്തുന്ന സ്കൂളിലേക്കൊന്നും പോകുന്നില്ല. അതവിടെ ഇരുന്നു ധ്യാനാത്മകമായി തന്നിലേക്ക് നോക്കിയപ്പോൾ അതിന് മനസ്സിലായി, ആ കൊള്ളാം, ആ വീടിന്റെ തെക്കുവശത്ത് ഒരു ബൾബ് ഇപ്പൊ കൊണ്ടിട്ടിട്ടുണ്ട്, കൃത്യമായിട്ടൊരു ബൾബ് കൊണ്ടിട്ടിരിക്കുന്നു. എട്ടുകാലി മെല്ലെ അങ്ങോട്ട് പോയി. കാരണം ആ ബൾബിന്റെ അവിടെയുള്ള ഈച്ചയെല്ലാം വരുമെന്ന് എട്ടുകാലിക്കത്. അതിനാരും എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട. തവളെ കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ പോലെ അത് നേരെ അങ്ങോട്ട് യാത്രയായി. നിങ്ങളിട്ട ബൾബിനപ്പുറത്തൊരു വല വിരിച്ചു ഭംഗിയായിട്ട്. വല വിരിക്കുന്നതിനെ പറ്റി ആലോചിച്ചു. അങ്ങോട്ട് യാത്രയായപ്പോ സാധ്യത കണ്ടെത്തി. തനിക്ക് ആദ്യ ആവശ്യം എനിക്ക് ഇര വേണം, ആകെ ഇര വേണം എന്നുള്ള ആവശ്യം, അതാണ് ഹേതു. ഇരയ്ക്ക് വേണ്ടി നടന്നു നീങ്ങിയ എട്ടുകാരി അവിടെ എത്തിയ പാടെ ഇത് നല്ല സ്ഥലമാണ്, ഇവിടെ വേണ്ടത്ര ഇര കിട്ടും. ഇരയില്ലാത്തടത്ത് പോയി വല വിരിച്ചിരുന്നാൽ മനുഷ്യനതായിരുന്നേ. മനുഷ്യനുള്ള വലയെല്ലാം വിരിക്കും, പക്ഷെ ഇര കിട്ടാത്തടത്താണ്. കാരണം അവന് ഈ ബോധമില്ല. എന്നിട്ട് അവൻ പറയും അവൻ പരിണമിച്ചവനാണെന്നും ബോധം പ്രജ്ഞ വളരെ വലുതാണെന്നും വളരെ മിടുക്കനാണെന്നും. എട്ടുകാലിയൊക്കെ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാവും പരിഹസിച്ച്. കാരണം അവസാനം 3 മാറ് കയറിലോ ഒരു പൊട്ടാസ്യം സൈനൈഡിലോ ഇവനൊക്കെ ചാവുമ്പോൾ എട്ടുകാലി അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. ഒരു നേരത്തെ ആഹാരത്തിന് ഇത്രയേറെ കറക്കിക്കുത്ത് നടത്തി അവസാനം കറക്കിക്കുത്തത് മുഴുവൻ തീർന്ന് എല്ലാവരും വിട്ട് ആത്മഹത്യ. ഞങ്ങളാരും ആ പണിക്ക് പോകുന്നില്ല, ചാകണ്ടപ്പോ സ്വസ്ഥമായി ചാകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വിവരം കെട്ടവൻ മനുഷ്യനാകുന്നു. എന്നായിരിക്കും എട്ടുകാലി ചിലപ്പോൾ പറയുന്നത്. വാവുമ്പതൊക്കെ നടന്നു വന്നു, എത്തി, സ്ഥലമൊക്കെ കണ്ടു, കൊള്ളാം, ആദ്യമൊന്നും വീക്ഷിച്ചു, കൊള്ളാം, ഭംഗിയുള്ള സ്ഥലമാണ്, ധാരാളം തീറ്റ കിട്ടുന്ന സ്ഥലമാണ്, തീറ്റയ്ക്കൊന്നും യാതൊരു പഞ്ഞമില്ല. ശരി, തീറ്റ പിടിക്കാൻ വല വേണ്ടേ? വല എന്ന് ഓർത്തപ്പോഴാണ് എട്ടുകാലി ഓർത്തത് ഗോപാലന്റെ കടയിൽ വല കിട്ടുമല്ലോ. അങ്ങനെ എട്ടുകാലി യാത്ര ചെയ്യുന്നില്ല. വലയ്ക്ക് വേണ്ടി എട്ടുകാലി ലോകം മുഴുവൻ നടക്കുന്നില്ല. വല എവിടെ കിട്ടുമെന്ന് ഇന്റർനെറ്റിൽ തെരഞ്ഞുമില്ല. അല്ലേ, നമ്മളൊക്കെ ആകുമ്പോൾ ഉടനെ ഇന്റർനെറ്റ് ചാറ്റായി, ഉടനെ തന്നെ എവിടെയാ വല കിട്ടുക, വലയ്ക്ക് എന്ത് വിലയുണ്ട്. എട്ടുകാലി നേരെ പോയി കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഇന്റർനെറ്റിൽ തെരഞ്ഞു വലയൊന്നും കണ്ടുപിടിച്ചില്ല. എട്ടുകാലി ഉടനെ തന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വലയുണ്ടാക്കി. സാമഗ്രി തന്റെ ബോധം തന്നെയാ വല, തന്റെ ബോധത്തിന് ആ വലയായി തീരാവുന്ന. തന്റെ ബോധമുണ്ടാക്കുന്ന വലയല്ലാതെ മറ്റുള്ളവനുണ്ടാക്കുന്ന വലയിൽ കുടുങ്ങുകയില്ല തന്റെ ജീവി. തന്റെ ബോധമാകുന്ന വല. എന്നാൽ എട്ടുകാലിയെ പിടിച്ച് ഡിസക്ഷൻ ബോക്സിലെ ഉപകരണങ്ങൾ കൊണ്ട് കീറി വലയെടുക്കാമെന്ന് വെച്ചാൽ കിട്ടുമോ? കിട്ടില്ല. എട്ടുകാലി തന്നിൽ നിന്ന് വരുന്ന സ്രവത്തെ തന്റെ നാവിൽ നുലയിപ്പിച്ച് ആ ഉമിനീരുമായി ചേർത്ത് വലകളുണ്ടാക്കി മനോഹരമായി കെട്ടുക. വല കെട്ടാൻ നേരത്ത് എട്ടുകാലി കണക്കുകൂട്ടി, കൊള്ളാം, പറന്നു വരുന്ന ജീവികളായില്ലേ വരണ്ടേ. ബൾബിന്റെ അടുക്കിലേക്ക്, ബൾബ് അവിടെ, വല ഇവിടെ. ബൾബിന്റെ അടുക്കിലേക്ക് പറന്നു വരുന്ന ജീവി എത്ര വെലോസിറ്റിയിലായിരിക്കും അവന്റെ വേഗത, എത്ര സ്പീഡായിരിക്കും അവനുള്ളത്, എന്തായിരിക്കും അവന്റെ വേഗത, അവന്റെ വെലോസിറ്റി എന്തായിരിക്കും, എത്ര വെലോസിറ്റിയിലായിരിക്കും വേഗത എന്നല്ല, എന്തായിരിക്കും അവന്റെ വെലോസിറ്റി. ഭാഷയിൽ അത് തെറ്റാണല്ലോ.
അപ്പൊ എന്തായിരിക്കും അതിന്റെ വെലോസിറ്റി? എട്ടുകാലി ഒന്ന് കണക്ക് കൂട്ടി. അതിന് എട്ടുകാലി ഉടനെ പോയി കമ്പ്യൂട്ടർ വാങ്ങിച്ചില്ല. എട്ടുകാലി ഇതിന്റെ വെലോസിറ്റി കണക്ക് കൂട്ടുന്നതിന് വേണ്ടി ഉടനെ കാൽക്കുലേറ്ററും വാങ്ങിച്ചില്ല. വെലോസിറ്റി കണക്ക് കൂട്ടുന്നതിന് വേണ്ടി അതിന്റെ സ്പീഡും ദിശയും ഒന്നും കണക്കാക്കിയില്ല. എട്ടുകാലി ആകെ അവിടെ നിന്ന് നോക്കി, ഇവൻ ഇത്ര വെലോസിറ്റിയിൽ വരാം. ഈ വെലോസിറ്റിയിൽ വരുമ്പോ സ്റ്റാറ്റിക്കായി വെച്ചിരിക്കുന്ന വല വേഗതയുടെ പ്രത്യേകത കൊണ്ടും അവന്റെ ഭാരം കൊണ്ടും മുറിഞ്ഞു അപ്പുറത്ത് പോവാം. പിന്നെ ആ ദ്വാരത്തിലൂടെ വരുന്നവനൊക്കെ കയറിപ്പോവാം. പിന്നെ നമ്മൾ എന്തിനീ വലയും കെട്ടിവിട്ടിരിക്കണം? പേര് വളരെ കാൽക്കുലേറ്റ് ചെയ്തു. മനുഷ്യൻ കാൽക്കുലേറ്റ് ചെയ്ത് അയലൊക്കെ വളരെ ഗംഭീരമായിട്ട് അവൻ കാൽക്കുലേറ്റ് ചെയ്തു. അവൻ തീരുമാനിച്ചു, സ്റ്റാറ്റിക്കായ ഒരു വല, വളരെ സ്പീഡിൽ വരുന്ന ജീവി, അവൻ ഒറ്റയടിക്കാൻ കയറിപ്പോയി. വലയുടെ പകുതി ഭാഗം തുളച്ചവൻ അപ്പുറം കിടന്നു. ഇനി ആ ദ്വാരത്തിലൂടെ എല്ലാവരും പോകും. പിന്നെ ഞാൻ എന്തിന് വലയും കെട്ടിവിട്ടിരിക്കണം? അതുകൊണ്ട് അവനൊരു കാര്യം ചെയ്തു, അതിന്റെ കാലുകൾ ഉറപ്പിക്കുന്നതൊക്കെ സ്പ്രിങ് വലകളാക്കി. പോയി നോക്കുക, കാണാം നല്ല സ്പ്രിങ് വലകൾ. അതെത്ര വരെ മുന്നോട്ട് പോകാം? ഇവന്റെ വെലോസിറ്റിക്ക് അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവനെയും കൊണ്ടിക്ക് തിരിച്ചു വരുമ്പോൾ അവൻ അവിടെ തന്നെ പറ്റി പിടിച്ചു കിടക്കും. ഇനി അവൻ മുന്നോട്ട് പോകില്ല.